Good morning all. Today I am going to deal the session third module. The first topic is introduction to style sheets and the second part is framework. Today I am going to take the session CSS, introduction of CSS. CSS stands for cascading style sheets. It describes how HTML elements are to be displayed on screen, paper or in other media. And it's a simple mechanism for adding style, for example, fonts, colors, spacing to web document. When a browser reads a style sheet, it will format the HTML document according to the information in the style sheet. അതായത് സി എസ് എസ് അപ്ലൈ ചെയ്യുന്ന വെച്ചാൽ സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ടാണ് കണ്ടന്റിൻ്റെ. സി എസ് എസ് ഈസ് ദ ലാംഗ്വേജ് വി യൂസ് ടു സ്റ്റൈൽ ആൻ HTML document. It describes how HTML elements should be displayed. So the presentation specification of documents can be more consistently described with style sheets. The CSS1 Cascading Style Sheet 1 specification was developed in 1996 and next CSS2 was released in 1998. CSS is not technically HTML but can be embedded in HTML document. The most important benefit of style sheets is the capability of imposing consistency on the style of documents. Next is advantage of style sheets. Save time, then create a common format for all the web pages and also easy to change and keep consistency. Next is how to insert CSS ആണ്. 3 വേയിലാണ് ഉള്ളത്. അതായത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ സി എസ് എസ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്, ദെൻ ഇന്റേണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ആൻഡ് ഇൻലൈൻ സി എസ് എസ്. ഇതാണ് 3 വേ ഓഫ് ഇൻസേർട്ടിങ് എ സ്റ്റൈൽ ഷീറ്റ്. ഫസ്റ്റ് വൺ ഈസ് എക്സ്റ്റേണൽ സി എസ് എസ്. With an external style sheet, we can change the look of an entire website by changing just one file. Each HTML page must include a reference to the external style sheet file inside the link element inside the head section. അതായത് എക്സ്റ്റേണൽ സി എസ് എസ് എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഹെഡ് ടാഗിൻ്റെ അകത്ത് ഒരു ലിങ്ക് എന്ന് പറഞ്ഞ എലമെൻറ്റ് വെക്കും. എന്നിട്ട് അതിൻ്റെ അകത്താണ് എക്സ്റ്റേണലായിട്ട് കൊടുത്ത സി എസ് എസിനെ അപ്ലൈ ചെയ്യുക. അത് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. Take one example. First, external styles are defined within the link element inside the head section of HTML page. അത് HTML പേജിൻ്റെ ഹെഡിൻ്റെ അകത്ത് ഒരു ലിങ്ക് എലമെൻറ്റിൻ്റെ അകത്താണ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഈ REL ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഈസ് യൂസ് ടു ഡിഫൈൻ ദ റിലേഷൻഷിപ്പ് between the linked file and the HTML document. If REL equal to style sheet means it specifies a persistent or preferred style. The next href attribute, it specifies the location means URL of the external resource. ഇവിടെ ഉള്ളത് .css എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ഫയലാണ്. അവിടത്തേക്കാണ് ഉള്ള ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് href കൊടുത്തത്. എന്നിട്ട് ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് ബോഡിയിലാണ് H1 എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തിട്ട് ഒരു ഹെഡിങ് കൊടുത്തു. നെക്സ്റ്റ് പാരഗ്രാഫ് ടാഗ് യൂസ് ചെയ്ത് ദിസ് ഇസ് എ പാരഗ്രാഫ് എന്നും കൊടുത്തു. നെക്സ്റ്റ് .css എക്സ്റ്റൻഷൻ ഫയൽ നോക്കാം. നെക്സ്റ്റ് mystyle.css എന്ന് പറഞ്ഞ ഫയലിന് ബോഡിക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റ് ബ്ലൂ അപ്ലൈ ചെയ്ത് അതെങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ ബോഡി കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് റൈഫൺ ദെൻ കളർ എന്നിട്ട് കോളൻ എന്നിട്ട് ലൈറ്റ് ബ്ലൂ ഏത് കളറാണ് വേണ്ടതെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അതായത് പ്രോപ്പർട്ടി വാല്യൂ ആ ഒരു സിൻറ്റാക്സ് ആണ്. ജസ്റ്റ് ഇങ്ങനെ ഒരു .css ഫയലിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബോഡി ഫുൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഫുൾ എന്തായിരിക്കും ലൈറ്റ് ബ്ലൂ ആയിരിക്കും. അതായത് ബോഡി ടാഗാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രീവിയസ് കോഡ് നോക്കുക. ഇവിടെ href എന്ന് പറഞ്ഞാൽ mystyle.css ഈ ഒരു ഫയലിലേക്ക് പോയി. എന്നിട്ട് അതിൽ ബോഡിന്നതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു H1 ടാഗിലൊരു മെസ്സേജ് ഹെഡിങ് എന്ന് പറഞ്ഞ നെക്സ്റ്റ് ഒരു പാരഗ്രാഫിൽ ടാഗിലൊരു പാരഗ്രാഫ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് കൊടുത്തു. ദിസ് ഇസ് എ പാരഗ്രാഫ്. അപ്പോൾ ഈ ബോഡി ടാഗിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് കളർ. സോ ബോഡി ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും ബോഡി ടാഗിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ബ്ലൂ ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്
ലൈറ്റ് ബ്ലൂ ആയിട്ടാണ് ഡിസ്പ്ലേ ആയി വരിക. നെക്സ്റ്റ് H1 അപ്ലൈ ചെയ്തത് കളർ എന്ന് പറയുന്നത് നാവി ആൻഡ് മാർജിൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് 20px കൊടുത്തു. ഓക്കെ, margin means margins are used to create space around elements outside of any defined borders. So CSS margin properties are used to create space around elements outside of any defined borders. With CSS you have full control over the margins, and so the CSS has properties for specifying the margin for each side of an element. Margin top is there, then margin right, then margin bottom and margin left. അതായത് ഇത് അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാം. ഈ H1 ടാഗിന് മാർജിൻ ലെഫ്റ്റ് 20 പിക്സൽ, px എന്ന് പറഞ്ഞാൽ പിക്സലാണ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഇത്ര സ്പേസ് വന്നത്. അതിൻ്റെ കളറ് ബ്ലൂ നേവി കളറാണ് അപ്ലൈ ചെയ്തത്. സോ ഈ H1 ടാഗിൻ്റെ അകത്ത് കൊടുത്ത മെസ്സേജിൻ്റെ കളറ് ദിസ് ഈസ് എ ഹെഡിങ് എന്ന് പറഞ്ഞതിൻ്റെ കളറ് ചേഞ്ചായി. ദെൻ ബോഡിക്ക് നമ്മൾ കൊടുത്തത് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ബ്ലൂ ആണ്. സോ അത് അപ്ലൈ ആയി വന്നു. ഇങ്ങനെയാണ് CSS അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റൈലിങ്, ഈ ഫോണ്ട് കളർ അതൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഇന്റേണൽ CSS. ആൻഡ് internal style sheet may be used if one single HTML page has a unique style and the internal style is defined inside the style element inside the head section. അത് എക്സാമ്പിൾ എടുക്കുമ്പോൾ മനസ്സിലാവും. നെക്സ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് അത് സിംഗിൾ HTML കോഡിൻ്റെ അകത്ത് തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് ഇന്റേണൽ CSS. അതായത് ഹെഡ് ടാഗിൻ്റെ അകത്ത് ഒരു സ്റ്റൈൽ ടാഗ്, സ്റ്റൈൽ ടാഗിൻ്റെ അകത്താണ് ബോഡി കേളി ബ്രേസ് ഓപ്പൺ ആക്കി എന്നിട്ട് അതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാ വേണ്ടതെന്നുള്ളത് കൊടുക്കുക. ഇത് പ്രോപ്പർട്ടി, ദെൻ ഇത് വാല്യൂ. അങ്ങനെയാണ് കേട്ടോ സിൻടാക്സ്. എന്നിട്ട് ഒരു സെമിക്കോളൻ ലാസ്റ്റ് വേണം. ഈ കേളി ബ്രേസ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ബോഡീൻ്റെ കളർ എന്തായിട്ട് വരും? ബാക്ക്ഗ്രൗണ്ട് കളർ ലിനൻ ആയിട്ട് വന്നു. നെക്സ്റ്റ് H1 ടാഗിന് അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെ കളർ ഏതാണെന്ന് വേണ്ടത് അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. പ്രോപ്പർട്ടി ദെൻ വാല്യൂ. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇന്റേണൽ CSS അപ്ലൈ ചെയ്തതിൻ്റെ ഒരു എക്സാമ്പിൾ. അതായത് ഹെഡ് ടാഗിൻ്റെ അകത്ത് സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാഗ് കൊടുത്തു. അതിൻ്റെ അകത്ത് ബോഡി കേളി ബ്രേസ് ഓപ്പൺ ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കളർ ആ കളർ കൊടുത്തു, പൗഡർ ബ്ലൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് സെമിക്കോളൻ ഇട്ടു, എന്നിട്ട് കേളി ബ്രേസ് ക്ലോസ് ചെയ്തു. സോ ബോഡി ടാഗിൻ്റെ അകത്ത് കൊടുത്ത എല്ലാത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു കളറായി വന്നു, പൗഡർ ബ്ലൂ ആയിട്ടുള്ള കളർ വന്നു. നെക്സ്റ്റ് H1 ടാഗ് എന്ന് പറയുന്നത് അതിന് കളർ അപ്ലൈ ചെയ്തത് ബ്ലൂ. H1 എന്ന് പറയുന്ന ടാഗിൻ്റെ മെസ്സേജ് ദിസ് ഈസ് എ ഹെഡിങ് എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് അത് എന്ത് കളറിൽ വരും? ബ്ലൂ എന്ന് പറഞ്ഞ കളറിൽ വരും. നെക്സ്റ്റ് പി ടാഗ് എന്ന് പറയുന്നതിൻ്റെ കളർ റെഡ് ആണ്. അതായത് ഈ സ്റ്റൈലിൻ്റെ അകത്ത് ഏതാ വേണ്ടതെന്നില്ല പ്രോപ്പർട്ടീസ് ആൻഡ് വാല്യൂസ് കൊടുക്കും. ഏത് ടാഗിനാണ് വേണ്ടതെന്നുള്ളത് ഫസ്റ്റ് ഇങ്ങനെ കൊടുക്കും. H1 ടാഗിനാണെങ്കിൽ H1 എന്നിട്ട് കേളി ബ്രേസ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ. അപ്പോൾ H1 കൊടുത്ത എല്ലാ സ്ഥലത്തും സപ്പോസ് ഇവിടെ H1 2 തവണ ഉണ്ടെങ്കിൽ ആ 2 തവണ H1 ടാഗിൻ്റെ അകത്ത് കൊടുത്ത അതിൻ്റെ അകത്തുള്ള സെൻറ്റൻസ് ബ്ലൂ കളറിലായിട്ട് വരും. ഇനി പി ടാഗിൻ്റെ അകത്ത് കൊടുത്തതിന് റെഡ് കളറായിട്ടും വരും. ഓക്കെ, next is inline CSS. An inline style may be used to apply a unique style for a single element. To use inline style, add the style attribute to the relevant element and the style attribute can contain any CSS property. Internal CSS ആണെങ്കിൽ യൂസ് ചെയ്യുന്നത് സ്റ്റൈൽ എലമെൻറ്റ് ഇൻ ദ ഹെഡ് സെക്ഷൻ. ഹെഡിൻ്റെ അണ്ടറിൽ സ്റ്റൈൽ എലമെൻറ്റ് യൂസ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ അകത്ത് ഏതാ വേണ്ടതെന്നുള്ളത് കൊടുക്കുന്നതാണ്. ഇൻലൈനിലാണെങ്കിൽ സ്റ്റൈൽ ആട്രിബ്യൂട്ടാണ് HTML എലമെൻ്റ് അകത്ത് കൊടുക്കുന്നത്. എക്സാമ്പിൾ വെച്ച് കാണിച്ചാൽ മനസ്സിലാവും. ഇതാണ് ഇൻലൈൻ CSSൻ്റെ എക്സാമ്പിൾ. അതായത് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് H1 ടാഗിൽ ഒരു സ്റ്റൈൽ ആട്രിബ്യൂട്ട് കൊടുത്തു ഈക്വൽ ടു കളർ എന്താ വേണ്ടതെന്നുള്ളത് കൊടുത്തു ബ്ലൂ, ഇതിൻ്റെ ഒരു സെമിക്കോളൻ. നെക്സ്റ്റ് ടെക്സ്റ്റ് അലൈൻ കോളൻ സെൻറ്റർ, അതായത് സെൻറ്റർ ആയിട്ട് വരാൻ പഠിക്കും. എന്നിട്ട് ഇതിൻ്റെ ഈ H1 ടാഗിൻ്റെ ആങ്കർ ഇത് ടാഗ് ക്ലോസ് ചെയ്തു. ദെൻ ദിസ് ഈസ് എ ഹെഡിങ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് H1 ടാഗ് ക്ലോസ് ചെയ്തു. അതായത് ഈ H1ൻ്റെ അകത്ത് കൊടുത്ത് ദിസ് ഈസ് എ ഹെഡിങ്ങിൻ്റെ കളർ ബ്ലൂ ആയി വരും. ടെക്സ്റ്റ് അലൈൻ അതായത് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടും വരും, സെൻറ്ററിൽ വരും. അതായത് സ്റ്റൈൽ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻലൈനിൽ. ഇന്റേണലിൻ്റെ ഡിഫറൻസ് മനസ്സിലായില്ല. അത് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു എലമെൻറ്റ് കൊടുത്ത് സെപ്പറേറ്റ് ഹെഡിൻ്റെ അണ്ടറിൽ
ഹെഡ് ടാഗിൻ്റെ. എന്നിട്ട് ആ സ്റ്റൈലിൻ്റെ അകത്താണ് വേണ്ട ഇതൊക്കെ കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഇതാ വേണ്ട ബോഡി ടാഗ് എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ പ്രോപ്പർട്ടി വാല്യൂ ആയിട്ട് കൊടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഇൻലൈനിലാണെങ്കിൽ ഏതിനാ അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ കറസ്പോണ്ടിങ്ങിന് സ്റ്റൈൽ ആട്രിബ്യൂട്ട് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് ഇൻലൈൻ CSS അപ്ലൈ ചെയ്തതിൻ്റെ ഒരു എക്സാമ്പിൾ. അതായത് H1 ടാഗിൽ സ്റ്റൈൽ ആട്രിബ്യൂട്ട് വെച്ചിട്ട് കളർ എന്ന് പറയുന്നത് ബ്ലൂ കൊടുത്തു. സോ എ ബ്ലൂ ഹെഡിങ് എന്ന് പറഞ്ഞ സെൻറ്റൻസ് ബ്ലൂ കളറിൽ വന്നു. നെക്സ്റ്റ് P ടാഗിൻ്റെ അകത്ത് സ്റ്റൈൽ കളർ റെഡ് അപ്ലൈ ചെയ്തു. ഈ എല്ലാത്തിൻ്റെയും പ്രോപ്പർട്ടി കഴിഞ്ഞിട്ട് കോളനാണ്. അതിനുശേഷം ഏത് വാല്യൂ ബ്ലൂ കളർ എന്ത് റെഡ് എന്തും കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം സെമി കോളൻ ഡബിൾ കോഡ്സിൻ്റെ അകത്താണ് കേട്ടോ. ഇനി P ടാഗിൻ്റെ അകത്ത് ഈ ഒരു റെഡ് എന്ന് പറഞ്ഞ കളറാണ് കൊടുത്തത്. സോ അതിൻ്റെ പാരഗ്രാഫായിട്ട് വന്നത് റെഡ് ഇൻ കളറായിട്ട് വരും. അതാണ് ഇൻലൈൻ. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായി ഇൻറ്റേർണലും ഇൻലൈൻ്റെയും. ഇൻറ്റേർണൽ ആണെങ്കിൽ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ് ഹെഡിൻ്റെ അകത്ത് കൊടുത്ത് എന്നിട്ട് അവിടെയാണ് ഏത് പ്രോപ്പർട്ടി ആൻഡ് വാല്യൂ വേണ്ടതെന്നുള്ളത് കൊടുക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഇൻലൈനിലാണെങ്കിൽ ഡയറക്റ്റ് കൊടുക്കുക സ്റ്റൈൽ ആട്രിബ്യൂട്ട് വെച്ചിട്ട് H1 ടാഗിനോ പിയോ അങ്ങനെ ഡയറക്റ്റ് വേണ്ട സ്ഥലത്ത് കൊടുക്കുന്നതാണ് ഇൻലൈൻ.